നിങ്ങൾ റിച്ച് മൈൻഡ് സെറ്റുള്ള വ്യക്തികളാണോ എന്നറിയാനുള്ള രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വാങ്ങിക്കുവാനായിട്ട് ഒരു ഷോപ്പിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നു. എന്നാൽ അതിന്റെ പ്രൈസ് ടാഗ് നോക്കിയതിനു ശേഷം അത് അതുപോലെ തന്നെ അവിടെ വെച്ച് ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ വസ്തുവുമായിട്ട് നിങ്ങൾ തിരികെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ റിച്ച് മൈൻഡ് സെറ്റ് ഇല്ല എന്ന് പറയുവാൻ കഴിയും. രണ്ടാമത്, ധനികനായിട്ടുള്ള ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ലൊരു സേവനമാണ് മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴും ഒരുപാട് പണം എന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രോസസ് നീക്കി വെക്കുന്നവരാണോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റിച്ച് മൈൻഡ് സെറ്റ് ഇല്ലാത്ത വ്യക്തികളാണ്. ഇനി ഇതിന്റെ നേരെ വിപരീത വശം എടുത്തു നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് ബ്രാൻഡ് നോക്കി തന്നെ സെലക്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ള പണം കൊടുത്ത് നിങ്ങൾ അത് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് റിച്ച് മൈൻഡ് സെറ്റ് കടന്നു വരും. അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം ഇങ്ങനെയാണ്: ഇന്ന് ഈ ഒരു വസ്തു നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഇതിനപ്പുറമുള്ള ഒരു വസ്തു നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ കഴിയും. അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആത്മവിശ്വാസം ഈ രീതിയിലാണ്: ഇന്ന് ഞാൻ ഇത്രയും പേരെ പോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഇതിനപ്പുറം ഞാൻ ആളുകളെ പോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും, അതിനുള്ള പണം എന്നിലേക്ക് വന്നുകൊണ്ടേ